ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അനിത്യവും അസുഖകരവുമാണ് ഈ ലോകം എന്ന് പറയുന്നു. ദുഃഖം നമ്മൾ വളരെയേറെ കേൾക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ ദുഃഖമാണോ അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടിരിക്കുന്ന പാത്തോസ് അല്ലെങ്കിൽ വിഷാദമാണോ? അപ്പോൾ ഇത് ശരിക്കും ആധുനിക മനുഷ്യന്റെ സൈക്കിൾ വളരെയേറെ രൂഢമൂലമായി കിടക്കുന്നൊരു സംഗതിയാണ്. അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ദുഃഖം അത് കരകവിഞ്ഞൊഴുകി അത് സുഖത്തിലേക്ക് അല്ലെങ്കിൽ ആനന്ദത്തിലേക്ക് പോകുന്നു. നമ്മൾ രാമായണത്തിൻ്റെ ഒരു ഇതിലും കാണുന്നുണ്ട്. മാനുഷാദ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആദികവിയുടെ ശോകം ഏറ്റവും മികച്ച മാറ്റിക്കളയുന്ന പ്രകാശത്തിലേക്ക് പോകുന്ന ഒന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നു പറഞ്ഞു. അപ്പം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു 3 തരത്തിലുള്ള ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അതൊന്ന് വിശദമാക്കാമോ? ഈ ദുഃഖമാണ് നമ്മുടെ സെർച്ചിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് കപില മഹർഷിയെ പോലുള്ള വലിയ ആചാര്യന്മാർ പറയുന്നു. സത്യമാണ്. അതെ അതെ അതെ. എല്ലാം സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും അന്വേഷിക്കാനല്ലോ. അപ്പം അതുകൊണ്ട് ദുഃഖം പല വിധത്തിലും ഉണ്ടാവാം. ഇപ്പം മെറ്റീരിയലായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് വേണമല്ലോ, ജീവിക്കാനായിട്ട് വേണം. അത് കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യും. അപ്പം അത് അങ്ങനെ ചോദ്യം ഇപ്പം ഈ സന്ദർഭത്തിൽ ചോദ്യം ചെയ്യുന്നില്ല എങ്കിലും ഈ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. ഇത് കിട്ടുമോ ഇല്ലയോ, അതെ, നമ്മുടെ നിലനിൽപ്പ് എൻഷുർഡ് ആണോ അല്ലയോ എന്ന ഒരു ഡൗട്ട് ഇൻഹറൻ്റാണ്. വളരെ പൊണ്ടേ തന്നെ മനുഷ്യനിലുള്ള എല്ലാ ജന്തുക്കളിലും ഉള്ളതാണ്. ഇരയെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എന്നാൽ പക്ഷേ പല ജന്തുക്കളെ നമ്മൾ നോക്കുമ്പോഴേ അവരതിനെക്കുറിച്ച് പറയിടല്ല. വിശക്കുമ്പോൾ അവർ ഹണ്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ പല ജന്തുക്കളും നേരത്തെ കൂട്ടി ഹോൾഡ് ചെയ്യും. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ എലിയാണ്. അവരെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോങ് ഈ പ്രോസസ്സ് നടത്തി കൊണ്ടുവന്ന് മാളത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ അവർക്ക് വലിയ ആൻസൈറ്റി ഉണ്ട്. കാരണം ജീവിതത്തിനെ കുറിച്ച്, എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ഏതോ അറിയാത്ത ഒരു ആൻസൈറ്റി അകത്തിരിക്കുന്നത് കൊണ്ട് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അക്വിസിറ്റീവ്നെസ് എന്നാണ് ഇതിനൊന്നും ഇംഗ്ലീഷ് പറയാൻ പറ്റുന്ന ഒരു കാര്യം. എലിയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഈ പറയുന്ന അപ്പം മനുഷ്യൻ അതിനേക്കാളും വലിയ വിശേഷപ്പെട്ട ജന്തുവാണ് ഈ കാര്യത്തിൽ. കിട്ടുന്നത് ഒന്നുകൊണ്ടും തൃപ്തിയില്ലാതെ ഇനി ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ എക്സസീവായിട്ട് കിട്ടാൻ ഇടയില്ലാത്ത കാര്യങ്ങളിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ദുഃഖത്തിനെ കൊണ്ടെത്തിക്കാം. ഭൗതികമായ ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നത് മിനിമം സസ്റ്റനൻസിൻ്റെ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അതിനെ വളർത്തിയെടുത്തിട്ട് ഈ നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന ഈ ലോകം നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൊരു ലോകമായിട്ട് സങ്കല്പിച്ചുറയ്ക്കും. അറിയാതെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആൻസൈറ്റി. അതെല്ലാ കാര്യത്തിലും. അത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങളിൽ, നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പിരിച്വൽ അന്വേഷണത്തിൽ ഒക്കെ ഈ ദുഃഖത്തിൻ്റെ ഛായ പടർന്നു നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാനാണ് നമ്മൾ ഈ അന്വേഷണം നടത്തുന്നത്. ഈ ആധ്യാത്മികമായ അന്വേഷണം ദുഃഖത്തിൻ്റെ നിന്നുള്ള നിവൃത്തിക്ക് വേണ്ടിയാണ് എന്ന് അൾട്ടിമേറ്റായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ മെറ്റീരിയലായിട്ടുള്ള അന്വേഷണത്തിൽ നമ്മൾക്ക് കിട്ടില്ല എന്നൊരു ധാരണ നേരത്തെ മനസ്സിലുണ്ടാവും. ഉണ്ടാക്കിയിട്ട് അത് അന്വേഷിക്കാനായിട്ട് പോവുകയും അത് കിട്ടുന്നില്ല എന്ന് വരികയും ചെയ്യും. വരുന്നൊരു വലിയ ബുദ്ധിമുട്ട്, ഭൗതികമായ ദുഃഖം. അതെല്ലാ ജന്തുക്കൾക്കും ഉണ്ട്, മനുഷ്യന് വളരെ കൂടുതലാണ്. ഈ ദുഃഖത്തിന് ഇതൊരു തരം ദുഃഖമാണ്. ഈ ദുഃഖം കിട്ടിയതും ആർജിച്ചതും നഷ്ടപ്പെടുത്തണമെന്നുള്ള കയ്യിൽ നിന്ന് പോകുമല്ലോ. അതുകൊണ്ട് അതാണ് ഈ പൊസസിവിറ്റിയുടെ ഒരു പെട്ട കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് അക്വയർ ചെയ്യണമെന്നും എൻ്റേതാക്കി വയ്ക്കണമെന്നും എന്നിൽ നിന്ന് നഷ്ടപ്പെടരുതെന്നും, അത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഒരാൾക്കും കിട്ടരുത്. അതുകൊണ്ട് അത്രയും കൂടെ ആയി കഴിയുമ്പോൾ പിന്നെ ദുഃഖമാണ്. ഇന്ന് വേറെ മാർഗമൊന്നുമില്ല. ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു
ഇത് ഭൗതികമായ ഒരു വലിയ ദുഃഖമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കരകയറിപ്പോകാൻ പറ്റും? ഇതിനെ നമുക്ക് അക്വയർ ചെയ്ത് നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉറപ്പിച്ച് ഇതെപ്പോഴും കിട്ടുന്ന ഒരു പരിധിയിൽ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചു വെക്കുക എന്നതാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് മൈൻഡിന് ഉള്ളപ്പോഴും ദുഃഖം ഉണ്ടാവുകയാണ് ഇതിനെ ചൊല്ലി. അപ്പം അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തിനെ കറക്റ്റ് ചെയ്താലേ ഈ ദുഃഖം മാറുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടി വരുമല്ലോ. അങ്ങനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവരതിനെ ഭൗതിക ദുഃഖമായിട്ട് കണക്കാക്കി. അപ്പോൾ അതിനെ നമുക്ക് അക്വയർ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ ഒക്കില്ല. പകരം ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അന്വേഷിച്ച് അതിനെ ക്യൂർ ചെയ്താൽ മാത്രമേ ഈ ദുഃഖ നിവാരണം നടക്കുകയുള്ളൂ, പുറത്തിറങ്ങി വരാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ ഈ അന്വേഷണത്തിൽ തന്നെ ഇതല്ലാതെ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങൾ. ഈ പ്രാപഞ്ചികമായ കാര്യങ്ങൾക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ദുഃഖമാണ്. ദൈവികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാനിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണം. ഇപ്പോൾ മോക്ഷമാണെന്ന് വിചാരിച്ചിട്ട് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ദുഃഖമാവുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഇത് ഡിസയറുമായി ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്. നമുക്ക് ഡിസയർ ഇല്ലാതെ നിൽക്കാൻ പറ്റൂലെന്നാണ് വിചാരിക്കുന്നത്. ഡിസയർ ഇസ് ദ കോസ് ഓഫ് മിസറി എങ്കിലും ഇപ്പം ഇതൊക്കെ പറഞ്ഞും കേട്ടും അറിഞ്ഞും സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന മനുഷ്യനും ഇത് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറെ കാലമായിരുന്നേ, 10-12 വർഷമായിട്ട് ഞാൻ ഈ അന്വേഷണം നടക്കണം, ഒന്നും എത്തില്ല, വിഷമമുണ്ട്. അതെങ്ങനെ മാറാന്ന് വീണ്ടും വ്യാകുലപ്പെട്ട് നടക്കുക. അപ്പം ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഉള്ള അന്വേഷണത്തിൽ നിന്നും ദുഃഖം ഉണ്ടാകും. ഭൗതികമായിട്ടുള്ള ദുഃഖം ഉണ്ടാകുന്നു. ആധ്യാത്മിക കാര്യങ്ങളിലുള്ള സങ്കല്പങ്ങൾ നടത്തിയെടുക്കാൻ പറ്റാത്തതിൽ ദുഃഖം ഉണ്ടാകുന്നു. പിന്നെ അടുത്ത ഇതിന് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെള്ളത്തെത്തുന്നു എന്ന് വയ്ക്കുക, അങ്ങനെ സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത്, ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് പെട്ടുപോയാൽ എന്ത് ചെയ്യും? അത് നല്ലൊരു ദുഃഖമാണ്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ചെയ്തല്ല അവിടെ പോകാതിരിക്കാതെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ചെയ്യണമെന്നുള്ളത് അതിനകത്ത് കിടപ്പുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ 3 വിധത്തിൽ ഇങ്ങനെ ദുഃഖങ്ങൾ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അതെ. അപ്പൊ ഇതിൽ നിന്ന് ഈ റൂട്ട് കോസിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങി വരണമെങ്കിൽ എന്താണ് ഒരു മാർഗം? ഈ ആർക്കാണോ ദുഃഖം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണോ ദുഃഖം ഉണ്ടാക്കുന്നത്, ആ ഇൻസ്ട്രുമെന്റിനെ അറിയുക എന്നതാണ് ആദ്യത്തെ പടി. എന്നിട്ട് അതിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് പറ്റുന്ന ഒരു കാര്യം. പക്ഷെ ആ വഴിക്കല്ല പോകുന്നത്, മറ്റേ വഴിക്ക് പോയിട്ട് ഇത് നടത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നടത്താൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിയുക. അപ്പൊ ഈ പറയുന്ന ദുഃഖങ്ങളിൽ നിന്ന് കരകയറി വരുന്നതിന് വേണ്ടി ഒരു ഇന്നർ എൻക്വയറി അനിവാര്യമാണ്. അത് നടത്താത്തിടത്തോളം നമുക്ക് ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ റൂട്ട് കോസ് നമ്മൾ ട്രേസ് ചെയ്ത് പോകുമ്പോൾ, ഈ ദുഃഖത്തിൻ്റെ റൂട്ട് കോസ് നമ്മൾ ട്രേസ് ചെയ്യാൻ, എന്ന് വെച്ചാൽ അകത്തോട്ടുള്ള എൻക്വയറിയിൽ ദുഃഖം എവിടെ നിന്നൊക്കെ വരുന്നു എന്ന് നമ്മൾ നോക്കുക. അപ്പം അങ്ങനെ നോക്കി വരുമ്പോൾ ഈ ദുഃഖം 3 വിധമൊന്നുമല്ല. എല്ലാ കാര്യങ്ങളിലും എല്ലാ ലെവലുകളിലും ദുഃഖമുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആഹാര സമ്പാദനം, സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി, പിന്നെ നമുക്ക് ഇരിക്കാനുള്ള പാർപ്പിടം അടിസ്ഥാനപരമായ കാര്യമാണ്. പാർപ്പിടം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ഞുകാലം വരുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പം ആ ദുഃഖം അഡ്വാൻസ് ആയിട്ട് വരികയാണ്. മഞ്ഞുകാലം വന്നിട്ടില്ല, പക്ഷെ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മഞ്ഞുകാലത്തിൽ പോവും, നിലനിൽക്കാൻ പറ്റത്തില്ല, തണുപ്പടിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് അതിനെ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇരുന്ന് നോക്കുക. ഇപ്പം ഈ ദുഃഖം വന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ദുഃഖം വന്ന് നമ്മളെ തളർത്തും, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ദുഃഖത്തിനെ കുറിച്ചുള്ള ഐഡിയ നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടിയിട്ട് നമുക്ക് ഇഫക്റ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിക്കും. നമ്മൾ എത്തുമല്ലോ, വീക്കായി പോവുക. അതാണ് ഈ ദുഃഖം ചെയ്യുന്ന ഒരു കാര്യം. ദുഃഖിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ദുഃഖം അറിഞ്ഞിട്ട് ഓരോരോ സ്ട്രാറ്റയിലായിട്ട് ഈ ദുഃഖത്തിനെ നമ്മൾ നിരോധിക്കേണ്ടിയുണ്ട്, പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടിയുണ്ട്. ക്ലാസിഫിക്കേഷനൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതെങ്ങനെ നോക്കാം? ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആഹാരം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ സുരക്ഷ, ഈ 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അതീവ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും. ചലഞ്ചസ് എല്ലാം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിന് കുറേ മോറൽ കോഡ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി.
ആ മോറൽ കോഡിന് അനുഗുണമായി നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ അൺഎത്തിക്കലായി മാറും. അപ്പം അൺഎത്തിക്കലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സംഭ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കും. സമൂഹം പറയുന്നത് ഇങ്ങനെ വേണം, നമുക്ക് അങ്ങനെ പോകാൻ പറ്റും, നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്താലും അധ്വാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി ഒരാളുടെ ഉപദ്രവിച്ചത് കാര്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിനകത്തൊരു അൺഎത്തിക്കൽ എലമെൻ്റ് ഉണ്ട്, അസാൻമാർഗികമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പക്ഷെ വിശന്നിരിക്കുക, വേറെ ആരുടെയോ പറമ്പിൽ സംഗതി നിൽക്കുന്നുണ്ട്, പോയി എടുത്തിട്ട് വന്നാൽ എടുക്കാം, ഈ വിശപ്പ് മാറും, മരിച്ചു പോകത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്കും അതിന് അറ്റംപ്റ്റ് ചെയ്ത് പോകും ചില നേരങ്ങളിൽ. അപ്പോൾ അതിനെ തുടർന്ന് ഈ ദുഃഖം അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാണ്. കാരണം കേസായി വഴക്കായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ ഇതിൻ്റെ ബേസ് റൂട്ടിൽ നിന്ന് ദുഃഖം പിരിയാൻ തുടങ്ങാം. ബ്രാഞ്ച് ചെയ്ത് റാമിഫൈ ചെയ്ത് ഒരു വലിയ പിടിവള്ളിയില്ലാത്ത, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ഇത് പടർന്നു കയറും. അപ്പോൾ പിന്നെ പുറത്തിറങ്ങി വരാൻ പറ്റാത്ത ഒരു കോംപ്ലിക്കേറ്റഡ് ലാബറിന്തിനകത്ത് പെടുന്നു. അങ്ങനെ മിക്കവാറും പെട്ട് നിൽക്കുന്നതാണ് ഈ മനുഷ്യ സമൂഹം. അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻക്വയറി അനിവാര്യമായി വരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷൻ ഞാൻ പറയാം, അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമ്മളെ ട്രഡീഷണൽ കാര്യം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഡീപ്പായിട്ട് കിടക്കുന്ന കാര്യത്തിനെ എങ്ങനെ നമ്മൾ നോക്കിയിട്ട് അവിടെ നിന്ന് കരകയറാം. മറ്റേ ക്ലാസിഫിക്കേഷനകത്ത് അങ്ങ് പെട്ടിട്ട് അതാണെന്ന് മനസ്സിലാക്കി ഇൻ്റലക്ച്വലായി മനസ്സിൽ വെച്ചേക്കും നമുക്ക് ഈ കാര്യം നടത്തിയെടുക്കാൻ പറ്റത്തില്ല. ഒരു ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരിക്കലും നമ്മുടെ ദുഃഖ നിവാരണം നടത്താൻ പറ്റത്തില്ല, നടക്കില്ല. അതൊരു അറിവാണ്. ആ അറിവിന് ഇത് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ബേസിക് കാര്യങ്ങൾ, അതായത് സുരക്ഷ, ആഹാരം, നമ്മുടെ ഫുഡ്, ആഹാരം, സുരക്ഷ, സംരക്ഷണം, പിന്നെ വേറെ എന്ന് പറഞ്ഞത് ഫുഡ് സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി, ഷെൽട്ടർ, പാർപ്പിടം. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ ഈ ദുഃഖം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തോ ഒരു ക്രേവിങ്ങിൽ നിന്നിട്ട് ആ ക്രേവിങ് നടക്കാതെ വരുമോ എന്ന ആൻസൈറ്റി, നടക്കാതെ വരുമ്പോൾ ഒക്കെയാണ് ഈ ദുഃഖം ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് സുസൂക്ഷ്മം നമ്മൾ നോക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഈ ദുഃഖം പുറത്തു നല്ല വരുന്നത് ഈ അകത്തുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണത് എന്ന് മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫങ്ഷനിൽ നിന്നാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മനസ്സിലാവും. അതായത് പുറത്തെ ആഹാരം കിട്ടാത്തത് കൊണ്ടല്ല, അതിൻ്റെ ഇമ്പറ്റസാണ്, അതിൻ്റെ ട്രിഗർ പോയിന്റാണ്. പക്ഷെ പ്രശ്നം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഉള്ളിൽ നമ്മൾ ഈ പുറത്തെ സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ പ്രശ്നം മാറിക്കിട്ടും. പക്ഷെ ആ ഇൻസ്ട്രുമെന്റ് ആക്റ്റീവാണ്. സോഫാർ ആ ഇൻസ്ട്രുമെന്റ് ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം ഈ പ്രശ്നത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഇൻസ്ട്രുമെന്റ് നമ്മുടെ കൺട്രോളിലല്ല ഇപ്പം, എന്നാൽ അതിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോൾ എടുക്കാം. അപ്പം ആ കൺട്രോൾ എടുത്താലേ ഇത് നിവാരണമുള്ളൂ. പുറത്തുനിന്ന് ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റത്തെ, കുറച്ചൊക്കെ സെറ്റിൽ ചെയ്യാം. അപ്പം അതാണ് അതിൻ്റെ ബേസിക് സ്ഥലത്ത് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ. കുറെ കൂടി ഇലാബറേറ്റഡ് നോക്കുകയാണ്. ഇനി വേറൊരു ദുഃഖം ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ്, സോഷ്യൽ എൻവയോൺമെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് തനിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അത് ലോങ് ശൈശവമാണ് അതിൻ്റെ കാരണം. മനുഷ്യനുള്ള വളരെ ലോങ് ശൈശവമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തനിച്ച് നിന്ന് ശീലിച്ച് വരുന്നത് പിന്നെയാണ്.